ചില ആൾക്കാർ പറയണമെന്ന് വെച്ചാൽ ഈ ദോഷേക ദൃക്കുകൾ ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ സലിമിനെ തന്നെ അറിയാം. സലിമിനെ കുറിച്ച് ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ ഇറക്കി വിടുന്ന ആൾക്കാർ. അതുണ്ടാവുമല്ലോ, ഓരോ കഥകൾ. ഒരുപക്ഷെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് കഥകൾ ഇറക്കിയതിൻ്റെ പ്രതിപകാരം അവർ തരുന്നതായിരിക്കും. വേണേൽ ഞാൻ ആരെ കുറിച്ച് കഥകൾ ഇറക്കിയിട്ടില്ലല്ലോ. ഇല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഉറപ്പാണോ? അവരുടെ മുമ്പിൽ വെച്ച് പറയുന്ന കഥകളുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒളിഞ്ഞു മാറിയിട്ട് അവരുടെ കഥകൾ ഉണ്ടാക്കാമെന്നൊന്നും ഒന്നുമില്ല. അവർ പറയുന്ന സംഭവത്തിനോട് എന്തെങ്കിലും കൗണ്ടർ അടിക്കാൻ തന്നെ ഒരു കഥ പോയിട്ട് രാത്രി ഇരുന്ന് വീട്ടിൽ ആലോചിച്ച് വന്നിരുന്നിട്ട് അത് കൗണ്ടർ അടിക്കാതെ പോയ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അല്ലേ? അത് പറ്റില്ല. അപ്പം കൊടുത്തിരിക്കണം. തിരിച്ചതുപോലെ വരും. പക്ഷെ എന്നാലും ഒരു കൊടുക്കൽ വാങ്ങലാണ്. അത് പലരും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ കൗണ്ടർ അടിച്ചിട്ട് അത് വേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ച മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നില്ലേ ഒരുപാട്? ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ കുറിച്ച് ആവലാതിപ്പെടാറില്ല. അല്ലല്ല, ഒരാളെ ദ്രോഹിക്കുന്ന കൗണ്ടറുകൾ അവൻ ചിലപ്പോൾ അല്ലെങ്കിൽ ആ പറയുന്ന ആൾ പോടാ എന്നതിൽ അപ്പുറമായിട്ട് അയാളെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശുദ്ധനല്ലേ? അല്ല, ശുദ്ധനാണെന്ന് 2-3 പ്രാവശ്യം പറയാൻ തുടങ്ങി. ഞാൻ ശുദ്ധനാവണോ? ആണോ? ഞാൻ ശുദ്ധനാണോ എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കള്ളത്തരങ്ങൾ ഉണ്ട്. ജീവിക്കാൻ വേണ്ട, അതിനപ്പുറത്തേക്കുള്ള കള്ളത്തരങ്ങളില്ല. ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചെടുക്കുമ്പോൾ കരയരുത്. കാരണം ഞാൻ നട്ടെല്ല് ഉയർത്തി തന്നെ ആയിക്കോളൂ കിടക്കുന്നത്. എന്താണ് സലീം എപ്പോഴും മരണത്തെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മരണത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്. ചില ആൾക്കാർ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ എപ്പോഴും സ്വന്തം മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ടെന്ന് ആര് പറയും? തീർച്ചയായിട്ടും ഇത് അയാൾക്ക് മാത്രമല്ല ബാധകമുള്ള സംഭവമല്ല. അത് നമ്മൾ ജീവിക്കുന്നത് തന്നെ തൊട്ടടുത്ത് ചുറ്റുപാടുകൾ കാണുന്നത് എന്താ. നമ്മൾ കൊച്ചിൻ ഹനീഫ മരിച്ചു കിടക്കുമ്പോൾ സലീം കുമാർ ആദ്യം പറഞ്ഞത് സലീം കുമാറിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇക്കാ ഞാനും വരും, അത്രേ ഉള്ളൂ. അത് ഒരു കുഴപ്പമായി. ഇത് ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമില്ല കൊച്ചിൻ ഹനീഫ മരിച്ചതിൽ. കാരണം കൊച്ചിൻ ഹനീഫ ഇന്ന് പോയടത്തേക്ക് നാളെ ഞാൻ പോകണ്ടയാ. ഇത് പറഞ്ഞപ്പോൾ ആളുകൾ ധരിച്ചെന്താണെന്നറിയാമോ, ഞാനിങ്ങനെ റെഡിയായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചേക്കാണ്. അറിഞ്ഞില്ലേ സലീം കുമാർ ചാവുമ്പോണ്. ഇതാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ സ്കൂളിൽ പോണ സ്ഥലത്ത്. പിന്നെ ഇവർ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഹാർട്ട് അറ്റാക്ക്. ചാലക്കുടിയിൽ ഷൂട്ടിങ്ങിനെ ഒരു പടത്തിന് ഒരു ദിവസത്തോട്ട് പോയിട്ടുള്ള ആകെ. ചാലക്കുടി ഷൂട്ടിങ്ങിന് അല്ലാതെ വലിയ മാരക രോഗമാണെന്ന് ആൾക്കാർ പറഞ്ഞു. എന്തൊക്കെ രോഗങ്ങൾ എൻ്റെ നേരെ നോക്കി ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ രോഗങ്ങളാണ് സലീം കുമാറിൻ്റെ മുകളിൽ ആരോപിക്കപ്പെട്ടത്? ഇന്ന് വരാൻ പറ്റിയ ഏറ്റവും വലിയ രോഗങ്ങൾ തുടങ്ങിയിട്ട് കാർ ആക്സിഡൻറ്റ് അമേരിക്കയിൽ വെച്ചായിരുന്നു. ദിലീപിൻ്റെ കൂടെ അമേരിക്കയിൽ പോയപ്പോൾ ഇവിടുന്ന് അപ്പം കറക്റ്റ് അമേരിക്ക ആകുമ്പോൾ കാർ ആക്സിഡൻറ്റ് വെച്ച് താങ്ങാം എന്ന് വെച്ചിട്ട് ഞാൻ വീട്ടിലപ്പോൾ തന്നെ വിളിച്ചു. പല സംഭവം കേൾക്കാം, ഒന്നുമില്ലട്ടോ അയാളോട് റെഡിയാണ്. അതെ, വേറെ ആരോടും പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ പലരും തന്നെ വിളിക്കുക, ഹലോ എന്താടാ, ഒന്നുമില്ല, ശരിയട്ടാ, അങ്ങനെ ചോദിക്കുക, എന്താടാ ഒരു കാര്യം ചോദിക്കുക. അപ്പം എനിക്ക് ഉറപ്പ് പിടി കിട്ടും. പിന്നെ ചോദിക്കും, നീ എന്താ വിളിക്കണോ? ഇല്ല ഒന്നുമില്ല, ചുമ്മാ നിന്നെ വിളിച്ചിട്ട് ഒരുപാട് ഞാൻ എങ്ങനെ മരിച്ചു എന്ന് അറിഞ്ഞത്. അത് വലിയ കുഴപ്പമായി അന്ന് പറഞ്ഞത്. എവിടെ ഹനീഫ് ഖാൻ മരിച്ചന്ന് ഞാനന്ന്. പക്ഷേ ഹനീഫ് ഖാൻ മരിച്ചതെന്ന് യഥാർത്ഥത്തിൽ മനസ്സ് നൊന്ത് തന്നെ പറഞ്ഞതാണ് ആക്ച്വലി, അല്ലേ? അതെ, കാരണം ഹനീഫ്ക്ക് ഇതിനോടൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു, മരണത്തോട്. ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ നിനക്ക് വേറെ വല്ല കാര്യം പറഞ്ഞൂടെ എന്ന് പറഞ്ഞിട്ട്. മരണത്തെക്കുറിച്ച് ഒരുപാട് ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള സലീം കുമാറിൻ്റെ അഭിപ്രായ പ്രകാരം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സലീം കുമാറിൻ്റെ വിശ്വാസം? അത് പലരുടേതായിട്ടുള്ള. സലീമിൻ്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ അത് തീർന്നു. ഒരു എരുമ അല്ലെങ്കിൽ ഒരു പോത്ത് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പോത്തിന് ഇതുണ്ടാവുന്ന മൈത്തോളജി പ്രകാരം വീണ്ടും ജന്മം, 2ാം ജന്മം, 3ാം ജന്മം. അതൊരിക്കലും 2ാം ജന്മങ്ങളുണ്ടാകും. അപ്പൊ നിത്യതിന് പറഞ്ഞ നായായിട്ടും പൂച്ചയായിട്ടൊന്നും ഉണ്ടാവില്ല. സലീം കുമാറിന് വരണമെന്ന് ആഗ്രഹമുള്ളൊരു ജീവി ഏതാണ്? ഏതായാലും മനുഷ്യൻ വേണ്ട. മനുഷ്യനെ പോലെ ഇത്ര വൃത്തികെട്ട ജീവി വേറെ ഒന്നുമില്ല. കാരണം ഏറ്റവും ഇവിടെ പേടിത്തൂർന്നാണ് മനുഷ്യൻ. ഏറ്റവും പേടിത്തൊണ്ട ആരെ ഞാൻ മനുഷ്യനായി പറയുള്ളൂ.
ഒന്നിനെ ഫേസ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പം മനുഷ്യൻ വേണ്ട, പിന്നെ ഏത് മൃഗമാണ്? അല്ല, മനുഷ്യൻ എന്തുകൊണ്ട് വേണ്ടാന്നുള്ളതുണ്ട്. ആ ആ കാരണം നമ്മൾ നിത്യേന കേൾക്കുന്നൊരു സംഭവമാണ്, ആത്മഹത്യ ചെയ്തു സ്ത്രീ അല്ലെ പുരുഷൻ, ഭാര്യയെ വഞ്ചിച്ചു, ഭർത്താവ് വഞ്ചിച്ചു, അല്ലെങ്കിൽ കടം അടക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് എന്തെങ്കിലും കേസ് പറഞ്ഞിട്ട് സീലിംഗ് ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു, അല്ലെങ്കിൽ ട്രെയിനിൽ തലവെച്ച് ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും മൃഗം ആത്മഹത്യ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട? ഒരു പുലി സീലിംഗ് ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു, പുലി ജയന്തി ജനതക്ക് തലവെച്ചു എന്ന്. അതൊക്കെ വിവരമുള്ളതാ. ഇതൊന്നും ഒരാളെ കൊല്ലയില്ല. അത് ഒരു ജീവിയും തിന്നാനല്ലാതെ ഒരാളെയും കൊല്ലില്ല. ഇവിടെ ആവശ്യമില്ലാത്ത ആൾക്കാരെ കൊന്നിട്ടിട്ട് വെറുതെ പോവുക, രാവിലെ എഴുന്നേക്കുന്നതിന് നാർക്കെട്ട് പണിയെടുക്കാന്ന് പറഞ്ഞ. അപ്പം ഏതായാലും മനുഷ്യനൊന്നും വേണ്ട, ബാക്കി ഏത് മൃഗമായാലും ഞാൻ, മത്സ്യങ്ങളായാലും ഒക്കെ ഞാൻ എന്തായാലും മനുഷ്യനായിട്ട് ജനിക്കില്ല. അത് ഉറപ്പിക്കാം. അതുറപ്പിക്കാം. അത് വേണം നമുക്ക് സലീം കുമാറിന് വേണ്ടി ഉറപ്പിച്ചെടുക്കാം. കുഴപ്പമില്ലല്ലോ. ശരി.